+1 ഫിസിക്സിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നിങ്ങൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി പഠിച്ചു കഴിഞ്ഞു. ഈ പുതിയ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. അപ്പോൾ എന്താണ് ഫ്ലൂയിഡ്? വാട്ട് ആർ ഫ്ലൂയിഡ്സ്? സംതിങ് ദാറ്റ് ക്യാൻ ഫ്ലോ ഈസ് കാൾഡ് എ ഫ്ലൂയിഡ്. അതായത് നിങ്ങൾക്കറിയാം, നമ്മൾ സോളിഡ്സിനെ കണക്കല്ല ഒരു സ്ഥലത്ത് നമ്മൾ കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുന്നു അല്ലെങ്കിൽ ജലം ഒഴിക്കുന്നു, ഇത് അവിടെ തന്നെ ഇരിക്കുമോ? ഇല്ല, അവിടെ നിന്ന് ഒഴുകിപ്പോകും. ശരിയല്ലേ? അതുപോലെ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മളൊരു പെർഫ്യൂം ബോട്ടിൽ ഓപ്പൺ ചെയ്യുകയാണ്, എന്ത് സംഭവിക്കും? ആ പെർഫ്യൂം ആ മുറിക്കുള്ളിൽ മുഴുവൻ നിറയും. അപ്പോൾ അതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡും ഗ്യാസും അവയ്ക്ക് ഫ്ലോ ചെയ്യാനുള്ള, പരക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെ പരക്കാൻ കഴിവുള്ള വസ്തുക്കളെയാണ് നമ്മൾ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നത്. ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ് ആർ ടുഗദർ കോൾഡ് ഫ്ലൂയിഡ്സ്. ദി സ്റ്റഡി അബൌട്ട് ഫ്ലൂയിഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. വൈ? നമ്മൾ ഈ ഫ്ലൂയിഡിനെ കുറിച്ചുള്ള പഠനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് അതിൻ്റെ കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കതിൽ ഒന്ന് രണ്ടെണ്ണം ഒന്ന് നോക്കാം. അതായത് നമുക്കറിയാം, നമ്മുടെ ചുറ്റും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫ്ലൂയിഡ്സ് ആർ എവരിവെയർ അറൗണ്ട് അസ്. നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഭൂമിക്ക് ഒരു എൻവലപ്പുണ്ട്, എയർ കൊണ്ടുള്ള ഒരു എൻവലപ്പുണ്ട്. അതുപോലെ ഭൂമിയിൽ 2/3 അതിൻ്റെ സർഫസിൻ്റെ, എർത്തിൻ്റെ സർഫസിൻ്റെ 2/3 എന്ന് പറയുന്നത് കവേർഡ് വിത്ത് വാട്ടർ. അപ്പം അതുകൊണ്ട് നമുക്കറിയാം, നമുക്ക് ഫ്ലൂയിഡിൻ്റെ പഠനം ഇവിടെ വളരെ ആവശ്യമായിട്ട് വരും. അതായത് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ കൂടുതൽ ഭാഗവും ഫ്ലൂയിഡാണ്. അതുപോലെ തന്നെ മമേലിയൻ ബോഡി എടുത്തു കഴിഞ്ഞാൽ, സസ്തനികളായ ജീവികൾ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിലെ പ്രധാന ഭാഗമെന്ന് പറയുന്നത് വെള്ളമാണ്, ജലമാണ്. സസ്തനി ജീവികളുടെ ശരീരത്തിലെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് വെള്ളമാണ്. അതുപോലെ തന്നെ ലിവിങ് ഓർഗാനിസംസിനകത്ത് അവയുടെ ബോഡിയിൽ നടക്കുന്ന എല്ലാ ലിവിങ് പ്രോസസ്സും നടക്കുന്നത് മീഡിയേറ്റഡ് ബൈ ഫ്ലൂയിഡ്സ് ആണ്. ഇത് ഫ്ലൂയിഡുകളുടെ എക്സ്ചേഞ്ചിൻ്റെ ഫലമായിട്ടൊക്കെ ആയിരിക്കും നടക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം നമുക്ക് ഫ്ലൂയിഡ്സിൻ്റെ പഠനം വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ അധ്യായത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും കൂടെ നമുക്ക് ഈ അധ്യായത്തിൽ നിന്ന് ലഭിക്കും. അതായത് സബ്മറൈൻസിൻ്റെ ബോഡി എന്താണ് സ്റ്റൗട്ടായിട്ട് നിർമ്മിക്കുന്നത്, അതുപോലെ എയർപ്ലെയിൻസ് എങ്ങനെയാണ് ലിഫ്റ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബൗളറിൽ നിന്നും ബാറ്റ്സ്മാനിലേക്ക് പോകുന്ന ബോള് എന്തുകൊണ്ടാണ് കോൺവെക്സ് ഷേപ്പിൽ തന്നെ ട്രാവൽ ചെയ്യുന്നത്, ഫാമേഴ്സ് സമ്മർ സീസണിന് മുമ്പ് എന്തുകൊണ്ടാണ് അവരുടെ കൃഷിസ്ഥലങ്ങൾ കിളച്ച് മറിക്കുന്നത്, ഉഴുതുമറിക്കുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ലഭിക്കും. അപ്പോൾ നമുക്ക് അധ്യായത്തിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അറിയേണ്ടുന്ന ഒരു കാര്യം, സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്. സോളിഡ്സിനെ കുറിച്ച് കഴിഞ്ഞ ചാപ്റ്ററിൽ ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഫ്ലൂയിഡ്സ് നിങ്ങൾക്കറിയാം, ഇവർ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം, പ്രകടമായ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഉണ്ട്. എന്താണ് ആ വ്യത്യാസം? സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ്. അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ട്. പക്ഷേ ഈ ലിക്വിഡ്സിന് അല്ലെങ്കിൽ ഗ്യാസസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡെഫിനിറ്റ് ഷേപ്പില്ല. ഇപ്പോൾ ലിക്വിഡ്സ് ആണെങ്കിൽ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ, അതായത് ഫ്ലൂയിഡ്സ് ശരിക്കും അവ ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഷേപ്പാണ് സ്വീകരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇവർ തമ്മിൽ മറ്റു വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം നമുക്ക് സോളിഡ്സിൻ്റെ കേസിൽ സോളിഡ്സിൻ്റെ കംപ്രസിബിലിറ്റി ഒക്കെ വളരെ കുറവാണ്. ലിക്വിഡ്സിനും അതുപോലെ തന്നെയാണ്. ലിക്വിഡ്സും ലാർജ്ലി ഇൻകംപ്രസിബിൾ ആണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഗ്യാസസ് അങ്ങനെയല്ല. ഗ്യാസസ് എന്ന് പറയുന്നത് വെരി കംപ്രസിബിൾ ആണ്, നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റും. അതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ വരുന്നുണ്ട്. ബൾക്ക് മോഡുലസ് പഠിക്കുന്ന കേസിൽ കംപ്രസിബിലിറ്റി ടേം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂയിഡ്സിലെ തന്നെ ലിക്വിഡ്സും ഗ്യാസസും എടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ്സിന് കംപ്രസിബിലിറ്റി വളരെ കുറവാണ്, പക്ഷേ ഗ്യാസസ് വെരി ഹൈ കംപ്രസിബിലിറ്റി ഉണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈ പ്രഷർ ഡിഫറൻസ് വന്നാലും മാറത്തില്ല, അതിന് ചേഞ്ച് സംഭവിക്കത്തില്ല. പക്ഷേ ഗ്യാസസിൻ്റെ കേസിൽ അങ്ങനല്ല. അവിടെ പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ എന്തോ സംഭവിക്കും? അതിൻ്റെ ഡെൻസിറ്റി വളരെയധികം വ്യത്യാസപ്പെടും. അതുപോലെ തന്നെ സോളിഡ്സും ഫ്ലൂയിഡ്സും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസമാണ്, നമ്മൾ ഷിയറിംഗ് സ്ട്രെസ് എന്നൊരു ടേം നമ്മൾ പഠിച്ചു.
ശരിയല്ലേ? ഇപ്പോൾ സോളിഡ്സിനെ നമുക്ക് ഷിയറിംഗ് സ്ട്രെസ്, ലാർജ് ഷിയറിംഗ് സ്ട്രെസ് അവർക്ക് വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഒരു ക്യൂബൊക്കെ എടുത്ത് അതിൻ്റെ ബേസ് ഫിക്സ് ചെയ്ത് അതിൻ്റെ അപ്പർ സർഫസിൽ ഒരു ടാൻജൻഷ്യൽ സ്ട്രെസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി ഷിയർഡ് ത്രൂ ആൻ ആംഗിൾ. അപ്പോൾ അതിനൊരു ഹൈ ഷിയറിംഗ് സ്ട്രെസ് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്. അതേസമയം നമ്മൾ ലിക്വിഡ്സിൻ്റെ കേസിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവയ്ക്ക് വളരെ ചെറിയ ഷിയറിംഗ് സ്ട്രെസ് മാത്രമേ വിസ്റ്റാൻഡ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതായത് ഷിയറിംഗ് സ്ട്രെസ് ഓഫ് ഫ്ലൂയിഡ്സ് ഈസ് അബൌട്ട് 1,000,000 ടൈംസ് സ്മാളർ ദാൻ ദാറ്റ് ഓഫ് സോളിഡ്സ്. ഇനി നമ്മൾ ഫ്ലൂയിഡ്സിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലൂയിഡ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ് ദേ ക്യാൻ എക്സേർട്ട് പ്രഷർ. സോളിഡ്സിൽ നമ്മൾ സ്ട്രെസ് എന്നുള്ളൊരു ടേം പറഞ്ഞു, സ്ട്രെസ് ഫോഴ്സ് ബൈ ഏരിയ. ലൈക്ക് അതിന് തുല്യമായിട്ട് നമുക്ക് പറയാം ഫ്ലൂയിഡ്സിൽ വരുന്ന ഒരു ടേമാണ് ഫ്ലൂയിഡ്സ് ക്യാൻ എക്സേർട്ട് പ്രഷർ. എന്താണ് പ്രഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഒരു ഫിഗർ കാണുന്നുണ്ട്. അതായത് ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ലിക്വിഡ് ഇരിക്കുകയാണ്. നമുക്ക് ഈ എളുപ്പത്തിന് വേണ്ടി നമുക്ക് വെള്ളമാണെന്ന് സങ്കല്പിക്കുക. ഇതിനകത്ത് നമ്മളൊരു ഓബ്ജക്റ്റ് സബ്മേർജ് ചെയ്തേക്കുകയാണ്. ഇത് വെൻ ആൻ ഓബ്ജക്റ്റ് ഈസ് സബ്മേർജ്ഡ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ആൻഡ് ദിസ് ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്, ദ ഫ്ലൂയിഡ് എക്സേർട്സ് എ ഫോഴ്സ് ഓൺ ഇറ്റ്സ് സർഫസ്. ഓബ്ജക്റ്റിൻ്റെ സർഫസിൽ ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബലം ചെലുത്തുന്നുണ്ട്. ആൻഡ് ദിസ് ഫോഴ്സ് ഈസ് ആൾവേസ് നോർമൽ ടു ദി ഓബ്ജക്റ്റ് സർഫസ്. നമ്മൾ പറയുന്നു ഈ ഫോഴ്സ് എപ്പോഴും ആ ഓബ്ജക്റ്റിൻ്റെ സർഫസിന് നോർമലാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ നോർമലാണെന്ന് തന്നെ പറയുന്നതിൻ്റെ കാരണം നമുക്കറിയാം. ആ ഫോഴ്സ് ഇൻക്ലൈൻഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഫോഴ്സിന് ഈ ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് വരും. ആ ബോഡിയിൽ ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സിൻ്റെ ഒരു കമ്പോണൻറ്റ് വരികയും ആ ഫോഴ്സിന് അനുസൃതമായിട്ട് ഈ ബോഡി എന്ത് ചെയ്യുകയും ചെയ്യും? മൂവ് ചെയ്യുകയും ചെയ്യും. പക്ഷെ നമുക്കറിയാം ദ ഫ്ലൂയിഡ് ഈസ് അറ്റ് റെസ്റ്റ്. ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ദർ ഈസ് നോ മോഷൻ. ദാറ്റ് മീൻസ് ദ ഫോഴ്സ് ഈസ് ഓൾവേസ് നോർമൽ ടു ദി സർഫസ്. അപ്പോൾ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ദറ്റ് ഈസ് കോൾഡ് പ്രഷർ. പ്രഷർ ഈസ് ദ നോർമൽ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഓഫ് എ സബ്സ്റ്റൻസ്. ഇപ്പോൾ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന നോർമൽ ഫോഴ്സ് ബൈ ഏരിയയാണ് പ്രഷർ. യു ക്യാൻ സീ ദ ഇക്വേഷൻ പ്രഷർ P ഈക്വൽ ടു F/A. Its unit is Newton per meter square, which is simply called Pascal. ആ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഒരു ഫ്രഞ്ച് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ബ്ലേസ് പാസ്കലിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പാസ്കൽ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ PA. Then this pressure is a scalar quantity. Then what is the dimensions of pressure? It is mL raised to -1 T raised to -2. Then ഇവിടെ ഒരു പ്രഷർ മെഷർ ചെയ്യാനുള്ള ഒരു ഡിവൈസിൻ്റെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഇത് ദ നോർമൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് അറ്റ് എ പോയിന്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് എ ഡിവൈസ്, പ്രഷർ മെഷറിംഗ് ഡിവൈസ്. അതിൻ്റെ പാർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇവാക്യുവേറ്റഡ് ചേംബർ വിത്ത് എ സ്പ്രിംഗ് that is calibrated to measure the force acting on the piston. ഇതൊരു ഇവാക്യുവേറ്റഡ് ചേംബർ ആണ്. അതിനകത്തൊരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റണിനെ ഒരു സ്പ്രിങ്ങുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ആ പിസ്റ്റണിനകത്ത് നമുക്ക് കാലിബ്രേഷൻസ് ഉണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. When this device is placed inside a fluid, the inward force exerted by the fluid on the piston is balanced by the outward spring force and it is measured. അതായത് നമ്മൾ ഈ ഡിവൈസിനെ ഒരു ഫ്ലൂയിഡിനകത്തേക്ക് വെക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ആക്ട് ചെയ്യുന്ന, ആ ഫ്ലൂയിഡ് കൊടുക്കുന്ന പ്രഷറിൻ്റെ ഫലമായിട്ട് ഒരു ഇൻവേർഡ് ഫോഴ്സ് വരും. ആ പിസ്റ്റണിൽ ഒരു ഇൻവേർഡ് ഫോഴ്സ് വരും. അതായത് നമ്മൾ ഫ്ലൂയിഡിനകത്ത് ഈ ഡിവൈസ് നമ്മളൊരു ഫ്ലൂയിഡിനകത്ത് ഇമേഴ്സ് ചെയ്യുമ്പോൾ ആ ഫ്ലൂയിഡിൻ്റെ ഇൻവേർഡ് ഫോഴ്സിൻ്റെ ഫലമായിട്ട്, ആ പ്രഷറിൻ്റെ ഫലമായിട്ട് പിസ്റ്റണിൽ ഒരു ഇൻവേർഡ് ഫോഴ്സ് വരികയും ആ ഫോഴ്സിനെ ഈ നമ്മുടെ സ്പ്രിങ്ങിൻ്റെ ഔട്ട്വേർഡ് സ്പ്രിംഗ് ഫോഴ്സ് കൊണ്ട് ബാലൻസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഇതുപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? പ്രഷർ മെഷർ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ പ്രഷറിന് നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ആണ്. യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ കോൾ പാസ്കൽ, ദറ്റ് ഈസ് ദ SI യൂണിറ്റ്. ദെൻ വി കോമൺലി യൂസ് അനദർ യൂണിറ്റ് അറ്റ്മോസ്ഫിയർ, ഡിനോട്ടഡ് ബൈ ATM. സ്മാൾ ലെറ്റേഴ്സ് ആണ് ATM. And 1 ATM is equal to 1.01 into 10 raised to 5 Pascal. Then on atmosphere means it is the pressure at sea level. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ്
അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറയുന്നത് 1 atmos ആണ്. അത് സാധാരണ നമ്മുടെ സീ ലെവലിൽ നിൽക്കുന്ന അറ്റ്മോസ്ഫറിക് പ്രഷറാണ്. ആൻഡ് ദിസ് 1 atm is equal to 1.01 into 10 raised to 5 Pascal. Then another quantity that is indispensable in describing fluids is the density rho. നമ്മളിപ്പോൾ ഫ്ലൂയിഡ്സിന് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഫ്ലൂയിഡ്സിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ദേ ഹാവ് ഡെൻസിറ്റി. യു നോ ഡെൻസിറ്റി റോ ഓഫ് എ സബ്സ്റ്റൻസ്. ഡെൻസിറ്റി ഈസ് സിംപ്ലി കോൾഡ് മാസ് ഡെൻസിറ്റി, ആൾസോ കോൾഡ് മാസ് ഡെൻസിറ്റി. Mass density is given by rho equal to m by v, that is mass by volume. Its unit is kilogram per meter cube and its dimension is ml raised to minus 3, and it is a positive scalar quantity. Then a liquid is largely incompressible and its density is therefore nearly constant at all pressures. നമ്മൾ ഫ്ലൂയിഡ്സിൽ തന്നെ ലിക്വിഡ്സും ഗ്യാസസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് ഈ പറയുന്നത്. ലിക്വിഡ്സ് എന്ന് പറയുന്നത് ലാർജ്ലി ഇൻകംപ്രസിബിൾ ആണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് മിക്ക പ്രഷറിലും അറ്റ് ഓൾ പ്രഷേഴ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നിയർലി കോൺസ്റ്റൻ്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഇൻകംപ്രസിബിൾ ആകുന്നത്. അതേസമയം ഗ്യാസസിൻ്റെ കേസ് ആണെങ്കിൽ ദേ എക്സിബിറ്റ് എ ലാർജ് വേരിയേഷൻ ഇൻ ഡെൻസിറ്റീസ് വിത്ത് പ്രഷർ. ഇത് വാതകങ്ങൾ പ്രഷറിനനുസരിച്ച് അവയുടെ ഡെൻസിറ്റിയിൽ, സാന്ദ്രതയിൽ വളരെ വ്യത്യാസം വരുത്തുന്നുണ്ട്. ദെൻ ഡെൻസിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഇതിനോടനുബന്ധിച്ച് പറയേണ്ടുന്ന മറ്റൊരു ടേമാണ് റിലേറ്റീവ് ഡെൻസിറ്റി, അതായത് ആപേക്ഷിക സാന്ദ്രത. എന്താണ് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ഉള്ളത്. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഈസ് 10 raised to 3 kilogram per meter cube. That is 1000 kilogram per meter cube. So what is meant by relative density of a substance? Relative density means it is a ratio of density of a substance by density of water. അതായത് ഒരു വസ്തുവിൻ്റെ ഡെൻസിറ്റിയെ വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. And it is a pure number having no unit or dimension. The relative density of mercury is 13.6. So we know the real density of mercury is what? 13.6 into 10 raised to 3. അതായത് റിലേറ്റീവ് ഡെൻസിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് ആ വസ്തുവിൻ്റെ ഡെൻസിറ്റി ആയി മാറുന്നത്. ഇത് നോക്കുക, ഇവിടെ ഒരു ടേബിൾ കാണിക്കുന്നുണ്ട് ഷോയിങ് ദ ഡെൻസിറ്റീസ് ഓഫ് സർട്ടൻ ഫ്ലൂയിഡ്സ്. നമ്മൾ കോമൺലി കാണുന്ന കുറേ ഫ്ലൂയിഡ്സിൻ്റെ ഡെൻസിറ്റികളെ കാണിക്കുന്ന ഒരു പട്ടികയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഒരു പ്രോബ്ലം എഴുതിക്കോ. ദ 2 thigh bones, അതായത് ഫിമേഴ്സ്, ഈച്ച് ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട് 10 cm², സപ്പോർട്ട് ദ അപ്പർ പാർട്ട് ഓഫ് എ ഹ്യൂമൻ ബോഡി ഓഫ് മാസ് 40 kilogram. എസ്റ്റിമേറ്റ് ദ ആവറേജ് പ്രഷർ സസ്റ്റെയിൻഡ് ബൈ ദി ഫിമേഴ്സ്. അതായത് 40 kilogram മാസുള്ള ഒരു ഹ്യൂമൻ ബോഡിയെ 10 cm² വീതം ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള 2 തൈബോൺസ് ആണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ തൈബോണിൽ, ആ തുടയലിൽ കിട്ടുന്ന ആവറേജ് പ്രഷർ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. യു നോ ആവറേജ് പ്രഷർ P is equal to ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ ഇവിടെ നമ്മൾ ഡേറ്റ അനലൈസ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കറിയാവുന്നത് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിട്ട് ഇവിടെ വരുന്നത് 2 ഫീമേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ഈസ് 2 into 10 cm² ആണ്. അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റണം. സോ വി ഗെറ്റ് 20 into 10 raised to minus 4 meter². And the force acting on them is given by F equal to 40 kilogram weight, that is equal to 400 Newton. Here we take G as 10 meter per second square. And you know this force weight acts vertically downwards, that is normally on the femurs. So the average pressure is given by P equal to F by A equal to 400 by 20 into 10 raised to minus 4, and it is equal to 2 into 10 raised to 5 Pascal. അപ്പോൾ 40 kilogram മാസുള്ള ഒരാളുടെ തൈബോണിൽ വരുന്ന പ്രഷർ എന്ന് പറയുന്നത് എത്രയാണ്? 2 into 10 raised to 5
പാസ്കലാണ്. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടുന്നത് പ്രഷറിന്, അതായത് ഫ്ലൂയിഡ്സിൻ്റെ പ്രഷർ ഡെപ്തിനനുസരിച്ച് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ. അപ്പം നമുക്കൊരു സമുദ്രനിരപ്പ് എടുത്തു കഴിഞ്ഞാൽ സമുദ്രനിരപ്പിലെ പ്രഷർ എത്രയാണ്, അതിനടിയിലേക്ക് പോകുന്തോറും ഈ പ്രഷറിന് എന്ത് സംഭവിക്കുന്നു. ഒരു ലിക്വിഡ് കോളത്തിൻ്റെ ഡെപ്ത് കൂടുന്നതനുസരിച്ച് പ്രഷറിൻ്റെ വേരിയേഷൻ എങ്ങനെയാണ്. അപ്പോൾ അതിന് നിങ്ങളൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഫിഗർ ശ്രദ്ധിക്കുക. ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതൊരു ബീക്കർ ഷേപ്പിലുള്ള ഒരു കണ്ടെയ്നറാണ്. ആ കണ്ടെയ്നറിനകത്ത് നമ്മളൊരു ഫ്ലൂയിഡ് എടുത്തിരിക്കുകയാണ്. ആ ഫ്ലൂയിഡ് റെസ്റ്റിലാണ്. ഈ ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി റോ ആണെന്നിരിക്കട്ടെ. ദറ്റ് ഈസ് കൺസിഡർ എ ഫ്ലൂയിഡ് ടേക്കൺ ഇൻ എ കണ്ടെയ്നർ having density rho and the fluid is at rest. Then we imagine a cylindrical column of liquid inside it. നമുക്ക് ഫിഗർ കാണുമ്പോൾ അതിനകത്തൊരു സിലിണ്ടർ വരച്ച് കാണിച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ സിലിണ്ടർ ഒന്നും അല്ല പ്ലേസ് ചെയ്യുന്നത്. അതായത് ഇമാജിൻ എ സിലിണ്ടറിക്കൽ കോളം ഓഫ് ലിക്വിഡ് ഓഫ് ഹൈറ്റ് h and base area a. The upper portion of the cylinder is marked as 1. Upper face is marked as 1 and the lower face is marked as 2. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഈ ലിക്വിഡ് കോളത്തിനെ, അതായത് നമ്മൾ എടുത്തേക്കുന്ന സിലിണ്ടറിക്കൽ കോളം ഓഫ് ലിക്വിഡിനെ എല്ലാ സൈഡിൽ നിന്നും ഫോഴ്സ് വരുന്നുണ്ട്. അതായത് ബാക്കി ലിക്വിഡ് അതിനെല്ലാം നോർമലായിട്ട് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ലിക്വിഡ് കോളം റെസ്റ്റിലാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ സിലിണ്ടറിക്കൽ കോളത്തിൽ വരുന്ന നെറ്റ് ഫോഴ്സ് എന്താകണം? 0 ആകണം. അപ്പോൾ ഇവിടെ നമുക്കറിയാം സൈഡ് വൈസിൽ രണ്ടും വരുന്ന ഫോഴ്സ് ദേ ക്യാൻസൽ ഈച്ച് അതർ. അതായത് ആ കർവ്ഡ് സർഫസിൽ വരുന്ന ഫോഴ്സുകൾ ക്യാൻസൽ ചെയ്ത് പോകും. Then you know the force at the top of the cylindrical column, that is region 1, is P1A. അവിടുത്തെ പ്രഷർ P1 ആണെങ്കിൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, that is we know pressure P is equal to F by A, so F is equal to PA. So the force at region 1 is P1A which acts downwards. Then the force at region 2 is P2A which acts upwards. അതായത് റീജിയൻ 2ലെ പ്രഷറാണ് P2, അവിടുത്തെ ബേസ് ഏരിയ A ആണ്. അതുകൊണ്ട് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് P2A ആണ്. അത് എങ്ങോട്ടായിരിക്കും? വെർട്ടിക്കലി അപ്വേർഡ്സ്. Then you know there is another force acting vertically downwards. What is it? That is the weight of the cylindrical column of liquid. We know the weight is equal to mg, where m is the mass of the cylindrical column. ഇനി നമുക്കറിയാം ഇപ്പം ഈ ഫ്ലൂയിഡ് റെസ്റ്റിലാണെങ്കിൽ ഇതിൻ്റെ കേസിൽ ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ് മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഡൗൺവേർഡ് ഫോഴ്സ്. അപ്പം നമുക്ക് ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് ഫോർ ഇക്വിലിബ്രിയം, അതായത് അത് സ്റ്റേഷനറി ആയിട്ട് അവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ P2A ഈക്വൽ ടു എന്തോ വരും? P1A പ്ലസ് mg, ഓർ P2 മൈനസ് P1 ഇൻറ്റു A ഈക്വൽ ടു mg, ഓർ P2 മൈനസ് P1 ഇൻറ്റു A ഈക്വൽ ടു മാസിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. വോളിയം ഓഫ് ദി സിലിണ്ടറിക്കൽ കോളം ഈസ് AH, ഡെൻസിറ്റി ഈസ് റോ, സോ ഇറ്റ് ഈസ് AH റോ G. അപ്പോൾ അവിടെ ലെഫ്റ്റിലും റൈറ്റിലും വന്നേക്കുന്ന A ക്യാൻസൽ ചെയ്ത് പോകുന്നു. സോ വി ഗെറ്റ് P2 മൈനസ് P1 ഇസ് ഈക്വൽ ടു H റോ G. അതായത് നമ്മൾ എടുത്തേക്കുന്ന സിലിണ്ടറിക്കൽ കോളത്തിന്റെ അപ്പർ പോർഷനിലുള്ള പ്രഷറും ലോവർ പോർഷനിലുള്ള പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ്, ഡെപ്തിലെ പ്രഷറാണ് കൂടുതൽ. P2 ഈസ് ഗ്രേറ്റർ ദാൻ P1. ദാറ്റ് P2 മൈനസ് P1 ഈക്വൽ ടു H റോ G. H ഈസ് ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം, റോ ദ ഡെൻസിറ്റി ആൻഡ് G ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സപ്പോസ് റീജിയൻ 1 ഈസ് അറ്റ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് കോളം. നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഈ സിലിണ്ടറിക്കൽ സർഫസിൽ റീജിയൻ 1 എന്ന് പറയുന്ന പാർട്ട് ആ ലിക്വിഡിന്റെ സർഫസിലാണെന്ന് നമ്മൾ കരുതുക. യു നോ P1 ബിക്കംസ് ഈക്വൽ ടു ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ PA, P സഫിക്സ് സ്മാൾ a. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? അപ്പോൾ ഈ കേസിൽ ഈ ലിക്വിഡ് കോളം സർഫസിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് P1 എന്ന് പറയുന്ന റീജിയൻ സർഫസിൽ വരികയാണെന്നുണ്ടെങ്കിൽ P1 ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ PA, ദ അറ്റ്മോസ്ഫെറിക് പ്രഷർ, and P2 can be replaced by P, that is the pressure at a depth h. So the equation becomes P equal to PA plus H rho G, or P minus PA equal to H rho G. That is called gauge pressure. അതായത് ഒരു ലിക്വിഡ് കോളത്തിന്റെ സർഫസിലെ പ്രഷറും H ഡെപ്തിലുള്ള പോയിന്റിലെ പ്രഷറും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ P minus PA equal to H rho G and it is called gauge pressure. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഡെപ്തിലേക്ക് പോകുന്ന അനുസരിച്ച്, ദാറ്റ് ഈസ് ആസ് ദ വാല്യൂ ഓഫ് H ഇൻക്രീസസ്
the pressure also increases. ഇപ്പം നമ്മളിവിടെ മനസ്സിലാക്കിയ ഒരു വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ഈ സർഫസിൽ ലിക്വിഡിൻ്റെ സർഫസിൽ നിന്നും എച്ച് ഡെപ്ത് ബിലോ കിടക്കുന്ന ഏത് പോയിന്റ് നമ്മൾ എടുത്താലും അവിടുത്തെ പ്രഷർ സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് ഈക്വൽ ടു H⍴g. അല്ലാതെ നമ്മളിപ്പോൾ എടുത്ത ഈ സിലിണ്ടറിൻ്റെ ഏരിയയോ അതൊന്നും അതിനകത്ത് വരുന്നില്ല. ദാറ്റ് മീൻസ് അതിനകത്ത് എന്ത് വോളിയമോ മാസോ ഇരുന്നോളിട്ട് ഒരേ ഡെപ്തിൽ കിടക്കുന്ന പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ആ നമ്മൾ എടുത്തേക്കുന്ന കണ്ടെയ്നറിൻ്റെ എച്ച് ഡെപ്തിലുള്ള ഏത് പോയിന്റ് നമ്മൾ എടുത്താലും ആ പോയിന്റിലെ പ്രഷർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു H⍴g. സിംപ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഹൈറ്റ് ഓഫ് ദ ലിക്വിഡ്. അതായത് ആ പോയിന്റിൽ നിന്നും എത്ര ഹൈറ്റ് വരെ ലിക്വിഡ് ഉണ്ട്. ദെൻ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ആൻഡ് G, ദ വാല്യൂ ഓഫ് G, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോൾ ഇതൊരു പണ്ട് കാലത്ത് ഇതൊരു പസിലിംഗ് ഫിനോമിനൻ ഉണ്ട് ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ളത്. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട് ബോർഡിൽ സ്ക്രീനിൽ ഒരു ഫിഗർ നിങ്ങൾ കാണുന്നുണ്ട്. അതായത് അവിടെ 3 ഡിഫറെൻറ്റ് ഷേപ്സിലും സൈസിലുമുള്ള വെസൽസ് ആണ് ABC. അവയുടെ ബോട്ടം ഭാഗത്ത് ഒരു കോമൺ ട്യൂബ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ ബേസ് 3ഉം ഒരു കോമൺ ഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ABC എന്ന് പറയുന്ന വെസൽസ് ഡിഫറെൻറ്റ് സൈസാണ്, ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഇനി ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തൂടെ നമ്മളൊരു ലിക്വിഡ് ഇതിനകത്ത് പോർ ചെയ്യുകയാണ്, ഒഴിക്കുകയാണ്. ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്തെ ലിക്വിഡ് എന്ന് പറയുന്നത് എല്ലാ കണ്ടെയ്നറിനകത്തും ഒരേ ലെവലിൽ വരും. നമ്മൾ ഈ എടുത്തേക്കുന്ന എല്ലാ കണ്ടെയ്നറിനകത്തും ഒരേ ലെവലിൽ ലിക്വിഡ് വന്ന് നിൽക്കും. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സിൻ്റെ ബേസിലുള്ള 3 പോയിന്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ PQR 3 പോയിന്റ്സ് ഉണ്ട്. ഈ 3 പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ്സിലെയും പ്രഷർ എന്തായിരിക്കും? ഡിഫറൻ്റ് ആകുമോ? ഇല്ല. ഇതിന് 3നും ഒരേ പ്രഷർ ആയിരിക്കും. കാരണം ഈ 3 പോയിന്റും ഒരേ ഡെപ്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് ഒരു ലിക്വിഡ് സർഫസിൽ നിന്നും ഒരേ ഡെപ്തിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാ പോയിന്റ്സിലെയും പ്രഷർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പസിലിംഗ് ഫിനോമിനനാണ്. അതായത് ഇതിനകത്ത് നമ്മൾ വിചാരിക്കും ഇതിനകത്ത് കൂടുതൽ വോളിയം ഇരിക്കുന്നത്, ലിക്വിഡ് കൂടുതൽ നിൽക്കുന്നത് നമുക്കിപ്പോൾ ഇതിൽ നോക്കുമ്പം ബിയിൽ കൂടുതൽ വോളിയം ഉള്ളതായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് ബിയുടെ ബേസിലായിരിക്കും പ്രഷർ കൂടുതൽ ആയിരിക്കുമോ? അല്ല. അതായത് ഈ പ്രഷർ എന്ന് പറയുന്ന സംഭവം ഒരു ഡെപ്ത് പോയിന്റിലുള്ള പ്രഷറിൻ്റെ അളവെന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം, ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കോളം, അതുപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ഇതിനെ 3നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അല്ലാതെ അതിനകത്ത് എത്ര മാസം ഉണ്ട് അല്ലെങ്കിൽ എത്ര വോളിയം ഉണ്ട് ഇതിനെ ഒന്നും ആശ്രയിക്കുന്നില്ല. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്യാം. ഒന്ന് എഴുതിക്കോ. വാട്ട് ഈസ് ദ പ്രഷർ ഓൺ എ സ്വിമ്മർ 10 മീറ്റർ ബിലോ ദി സർഫസ് ഓഫ് എ ലേക്ക്? അതായത് ഒരു തടാകത്തിൽ നിന്നും 10 മീറ്റർ തടാകത്തിന്റെ സർഫസിൽ നിന്നും 10 മീറ്റർ താഴ്ചയിൽ നിൽക്കുന്ന ഒരു നീന്തൽക്കാരൻ, അയാളുടെ ബോഡിയിൽ വരുന്ന പ്രഷർ എത്രയാണ്? അപ്പം നമുക്കറിയാം ഡെപ്തിലെ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? യു നോ ഇറ്റ് ഈസ് P ഈക്വൽ ടു PA പ്ലസ് H⍴g. അപ്പോൾ വാല്യൂസ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PA അറ്റ്മോസ്ഫറിക് പ്രഷർ എത്രയാണ്? യു നോ ഇറ്റ് ഈസ് 1.01 ഇൻറ്റു 10⁵ പാസ്കൽ ആണ്. ദറ്റ് ഈസ് പിയുടെ വില എഴുതുക പ്ലസ് H⍴g. ദറ്റ് ഈസ് H 10 മീറ്റർ ആണ്, 10 ഇൻറ്റു വാട്ടർ ആണ്. ലേക്കിൽ കിടക്കുന്നത് ജലമല്ലയോ, അതിൻ്റെ ഡെൻസിറ്റി 10⁵ ഇൻറ്റു ജിയുടെ വാല്യൂ നമ്മൾ 10 ആയിട്ട് ഇവിടെ അസ്യൂം ചെയ്യുകയാണ്. അത് നമ്മൾ ചെയ്തു വരുമ്പോൾ നമുക്ക് വരുന്ന ആൻസർ 2.01 ഇൻറ്റു 10⁵ പാസ്കൽ. ദറ്റ് ഈസ് നിയർലി ഈക്വൽ ടു 2 അറ്റ്മോസ്. അതായത് ഇവിടെ നമ്മൾ നോക്കുക, നമ്മളൊരു സർഫസിൽ നിന്ന് ഒരു തടാകത്തിൻ്റെ സർഫസിൽ നിന്നും 10 മീറ്റർ താഴ്ചയിലേക്ക് പോകുമ്പോൾ തന്നെ പ്രഷർ ഡബിൾ ആകുന്നു. പ്രഷറിന് 100% ഇൻക്രീസ് ആണ്. അങ്ങനെയാണെങ്കിൽ 1 കിലോമീറ്റർ ഡെപ്തിൽ ഒരു വസ്തു പോയി കഴിഞ്ഞാൽ അതിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ എത്രയായിരിക്കും? ദാറ്റ് ഈസ് 100 അറ്റ്മോസ്. മീൻസ് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ടാണ് സബ്മറൈൻസിൻ്റെ ബോഡീസ് വളരെ സ്റ്റൗട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ്? അതായത് ഡെപ്തിലേക്ക് പോകുന്ന അനുസരിച്ച് പ്രഷർ വളരെയധികം കൂടുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു 1 കിലോമീറ്റർ താഴ്ചയിലേക്ക് പോകുമ്പോൾ പ്രഷർ 100 അറ്റ്മോസ്ഫിയർ ആയിട്ട് മാറിയാണ്. നമ്മുടെ നോർമൽ ഹ്യൂമൻ ബോഡി നമ്മളിരിക്കുന്നത് 1 അറ്റ്മോസ്ഫിയർ ആണ്. ഇത് 100 അറ്റ്മോസ്ഫറിക് പ്രഷറിലേക്ക് പോകുമ്പോൾ അത് വിസ്റ്റാൻഡ് ചെയ്യുമോ? ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ സബ്മറൈൻസ് എന്ത് ചെയ്യുന്നത്? ദേ ആർ ഡിസൈൻ ടു വിസ്റ്റാൻഡ് സച്ച് എനോർമസ് പ്രഷേഴ്സ്. ഇത്രയും വലിയ പ്രഷേഴ്സ് താങ്ങാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ്മറൈൻസ് വെരി സ്റ്റൗട്ടായിട്ട്, നല്ല സ്റ്റൗട്ട് ബോഡി ആയിരിക്കും സബ്മറൈൻസിന് ഉണ്ടാകുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം അറ്റ്മോസ്ഫറിക് പ്രഷറിനെ കുറിച്ചാണ്. അപ്പോൾ അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ സർഫസിൽ നിന്നും കിലോമീറ്റർ കണക്കിന്
നീണ്ടു കിടക്കുന്ന എയറാണ്. അപ്പം നമ്മൾ കോമൺലി എയറിൻ്റെ വെയിറ്റ് ഒക്കെ നെഗ്ലിജിബിളി സ്മാൾ ആണെന്ന് പറയും. പക്ഷേ ഇത്രയും കിലോമീറ്റർ കിടക്കുന്ന എയറിൻ്റെ വെയിറ്റ് നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഈ വെയിറ്റ് എർത്തിൻ്റെ സർഫസിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു പ്രഷറും വരുന്നുണ്ട്. അങ്ങനെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ ഏരിയ, യൂണിറ്റ് ഏരിയയെ നമ്മൾ വിളിക്കുന്ന പേരാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ദാറ്റ് ഈസ് the pressure of the atmosphere at any point is equal to the weight of a column of air of unit cross sectional area extending from that point to the top of the atmosphere. നമ്മൾ ഏത് പോയിന്റിലാണോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ നോക്കുന്നത് ആ പോയിന്റിൽ നിന്നും അറ്റ്മോസ്ഫിയറിൻ്റെ ടോപ്പിൽ വരെ സ്ഥിതി ചെയ്യുന്ന എയർ കോളം, അവിടുത്തെ ആ യൂണിറ്റ് ഏരിയയിൽ കൊടുക്കുന്ന ഫോഴ്സ്, അതാണ് എന്ത് പറയുന്നത് അറ്റ്മോസ്ഫിയറിക് pressure. And at sea level this atmospheric pressure is equal to 1.013 into 10 raised to 5 Pascal. It is simply called 1 atmos, ATM, atmosphere എന്ന രീതിയിൽ ഉപയോഗിക്കും. Then ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ബാരോമീറ്റർ. ബാരോമീറ്റർ ഡിസൈൻ ചെയ്തേക്കുന്നത് ദ ഇറ്റാലിയൻ സയൻറ്റിസ്റ്റ് ആരാണ്? ടോറിസെല്ലി. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കൃത്യമായിട്ട് എഴുതുക. അതുപോലെ തന്നെ പ്രോബ്ലംസ്, കൂടുതൽ പ്രോബ്ലംസ്, ഇതിലും 2 പ്രോബ്ലമാണ് ചെയ്തത്, കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ കൺസേൺ ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഗേജ് പ്രഷർ എങ്ങനെ മെഷർ ചെയ്യും, അതുപോലെ ഹൈഡ്രോളിക് മെഷീൻസിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുന്നത്.